ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 16ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന പോലെ നമുക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ നമുക്ക് തകർക്കണം. കാരണം നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സ്വർഗത്തിലെത്തണം. അന്നേരം നമ്മളൊരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുക. അത് അമ്മ മാതാവിൻ്റെ കൈ പിടിച്ച അമ്മയുടെ വിമല ഹൃദയം വഴിയുള്ള സ്വർഗീയ യാത്രയിൽ നമ്മളായിരിക്കുക. ഇതിനെതിരെ നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും നമുക്ക് തകർത്ത് കളയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ വചനം പഠിപ്പിക്കുന്നേ, നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും, ലോകം മുഴുവനെ തന്നെയും അങ്കുലി തലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് വിശ്വാസം. നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും നമ്മുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നമുക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നമ്മളെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകില്ല. നമുക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ഡിക്കും. പരിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോൽ കൈവശമുള്ളവനും, മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും, മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായി ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ നിന്ന് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയ്ക്കോ നമ്മുടെ ജീവിതത്തിനോ നമ്മുടെ കുടുംബത്തിനോ ഏതെങ്കിലും രീതിയിൽ എതിരായ ചിന്തകളും എതിരായ രീതികളും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് മുഴുവനും നിർവീര്യമായി തീരുവാൻ ഈ നിമിഷം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അതിന് ഏറ്റവും നല്ല കാര്യമാണ് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം, കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ ദുഷ്ടാരൂപികളും വിട്ടുമാറാനായിട്ട് ആഗ്രഹിക്കാം. ബുദ്ധിയുടെ തലം വിശുദ്ധീകരിക്കപ്പെടണം, നാവിൻ്റെ തലം വിശുദ്ധീകരിക്കപ്പെടണം, മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ തലം വിശുദ്ധീകരിക്കപ്പെടണം. ശിരസ് മുതൽ പുക്കൾക്കുടി വരെ എന്ന് വെച്ചാൽ തലമുറകളായിട്ട് കടന്നു വരുന്ന മേഖലകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. ഇതിനു വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന് ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം, കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങൾ യാചനയോടെ പിടിക്കുക. നമ്മള് പരിശുദ്ധാത്മാവിന്റെ വലിയ ഉന്നതമായ ഒരു കൃപാവരം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണതയിൽ നിറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണതയിൽ നിറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. നമ്മുടെ ചിന്തയിൽ പരിശുദ്ധാത്മാവ് വരണം. നമ്മുടെ ആലോചനയിൽ പരിശുദ്ധാത്മാവ് വരണം. നമ്മുടെ എല്ലാ ചിന്താ മണ്ഡലങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. നമ്മുടെ കുടുംബാംഗങ്ങളിൽ മുഴുവനും പരിശുദ്ധാത്മാവ് വരണം. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ശക്തി ഇറങ്ങാൻ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ, ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിനാൽ
പുത്തൻ അഭിഷേകത്തിലേക്ക് വരാൻ, പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കപ്പെടാൻ, ആത്മാവിന്റെ വരദാന ഫലങ്ങൾ കിട്ടാൻ ഒരു നിമിഷം നമുക്ക് ആഗ്രഹിച്ചു കൊണ്ട് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ, പോലെ പെയ്തിറങ്ങി വാ. എല്ലാ മക്കളും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച്, നല്ലൊരു ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, ആത്മാവ് മഴ പോലെ പെയ്തിറങ്ങട്ടെ മക്കളെ, ഒരു സ്വർഗീയ ശക്തി ഇറങ്ങട്ടെ മക്കളെ. ഇറങ്ങിയ അഭിഷേക ശക്തി കുടുംബത്തിൽ ഈ സായാഹ്നത്തിൽ ഇറങ്ങട്ടെ, ഈ രാത്രിയിൽ ഇറങ്ങട്ടെ മക്കളെ. ഓരോ മക്കളും ജ്വലിക്കട്ടെ മക്കളെ, അഗ്നിയാൽ ഉറകൂട്ടപ്പെടട്ടെ മക്കളെ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റ് പോലെ വീശി എന്നിൽ വാ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റ് പോലെ വീശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വിളിച്ചു സ്തുതിക്കട്ടെ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. മഴ പോലെ പെയ്തിറങ്ങണമേ, അഭിഷേകമയക്കണമേ, ആത്മാവേ ആരാധന, 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 പരിശുദ്ധ അമ്മ മാതാവിനെ ഒന്ന് മനസ്സിൽ കണ്ട മക്കളെ, കണ്ണടയ്ക്ക, കണ്ണടയ്ക്ക, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. അമ്മ, അമ്മ, കുഞ്ഞെ, നീ അനാഥനല്ലാട്ടോ, നീ അനാഥനല്ല. അനേകര് പറയുന്നൊരു കാര്യ, എന്നെ ആർക്കും വേണ്ട,
എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ആരാ കുഞ്ഞത് പറഞ്ഞു നിന്നോട്? ആരുടെ കെണിയാ കുഞ്ഞത്? അതുകൊണ്ടാണോ മക്കളെ ലോകം വെച്ച് നീട്ടുന്ന സുഖവും ലോകം വെച്ച് നീട്ടിയ സ്നേഹത്തിന്റെ പിന്നാലെ നമ്മൾ പോയത്? ചിന്തിച്ചു നോക്കിക്കേ. ആരുടെ സ്നേഹയാ നിനക്ക് വേണ്ടേ? ആരുടെ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടെ? പെറ്റമ്മയുടെയോ, അപ്പച്ചന്റെയോ, സഹോദരങ്ങളുടെയോ, ജീവിത പങ്കാളിയുടെയോ, മക്കളുടെയോ, സഹോദരങ്ങളുടെയോ? നഷ്ടപ്പെട്ട സ്നേഹം ലോകത്തിലെ ആർക്കും തന്നു വീട്ടാൻ പറ്റില്ല മക്കളെ. ആ സ്നേഹം മുഴുവനും നിറച്ചു തരാൻ നിനക്കൊരമ്മയുണ്ട്, നിനക്കൊരപ്പനും ഉണ്ട്. ആ അപ്പന്റെ അടുത്ത്, ആ അമ്മയുടെ അടുത്തേക്ക് വന്നേ. എന്തോ ഒരു സ്നേഹം നഷ്ടപ്പെട്ടോ അതിനേക്കാൾ 100 മടങ്ങ് കൂടുതൽ സ്നേഹം തിരിച്ചു തരുന്ന ഒരമ്മ. അമ്മയുടെ മുന്നിലേക്കൊന്ന് വന്നേ. അമ്മയോടൊന്ന് കരത്തി പിടിച്ചിട്ട് പറഞ്ഞ, അമ്മ എന്റെ എല്ലാം അല്ലേ, അമ്മ എന്നെ കൈവിടല്ലേ അമ്മ എന്റെ ഉള്ളു മുഴുവനൊന്ന് സ്നേഹം കൊണ്ട് നിറയ്ക്കമ്മേ. അമ്മ ഈ ലോകം വെച്ച് നീട്ടുന്ന ലഹരിയുടെ സ്നേഹം എനിക്ക് വേണ്ടമ്മേ. ഈ ലോകം വെച്ച് നീട്ടുന്ന ജഡത്തിന്റെ സ്നേഹം എനിക്ക് വേണ്ടമ്മേ. ഈ ലോകം വെച്ച് നീട്ടുന്ന മറ്റു സുഖഭോഗങ്ങളുടെ ഒരു സ്നേഹവും എനിക്ക് വേണ്ട അപ്പാ. അമ്മ, എനിക്ക് അവിടത്തെ സ്നേഹം. അമ്മയുടെ ഹൃദയം മുഴുവനും സ്നേഹമല്ലേ? നമ്മുടെ ഹൃദയം മുഴുവനും സ്നേഹം കൊണ്ട് ജ്വലിക്കുവല്ലേ? അമ്മ ശൂന്യമായിട്ടുള്ള ഒരു ഹൃദയമാ, ഒന്നുമില്ലമ്മ. മലിനതയാ, കഠിന ഹൃദയമാ, പാപമംഗലമായ ഹൃദയമാ. അഗ്നിയാൽ ജ്വലിക്കുന്ന അമ്മയുടെ ഹൃദയത്തിലേക്ക് എന്റെ ഹൃദയം ഞാനൊന്ന് ചേർത്ത് വെച്ചോട്ടെ അമ്മേ. അമ്മയുടെ ആ ജ്വലിക്കുന്ന അഗ്നിയാൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കാമേ. ആ സ്നേഹം മുഴുവനും എന്റെ ഹൃദയത്തിലേക്കൊന്ന് പകർന്നതാ അമ്മേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ഒരമ്മേ, എന്റെ ഹൃദയത്തിൽ പാപങ്ങൾ മുഴുവനും മാറ്റി എന്നെ അമ്മയുടെ കുഞ്ഞാക്കണേ. എന്റെ അമ്മയെ, എന്നെ ഒന്ന് പൊതിഞ്ഞു പിടിക്കണേ എന്ന് മനസ്സുരുക്കി ഒന്ന് പ്രാർത്ഥിക്കാം മക്കളെ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾ ഇന്ന് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടിയണയുന്നു. പാപികളാ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. കർത്താവായ ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, രോഗപീഠ, പൈശാചിക ശക്തി ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെ അഭിഭാഷയാകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമല്ലേ? അമ്മയ്ക്ക് നമ്മൾ സമർപ്പിച്ച് അമ്മയുടെ നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ്, അമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാ, എനിക്കുള്ളതെല്ലാം പൂർണ്ണമായ അമ്മയുടേത് മാത്രമാ. അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രതിഷ്ഠാജപം, വിമല ഹൃദയ പ്രതിഷ്ഠാജപം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു ചൊല്ലാമോ? ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും അവന്റെ എല്ലാ ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഇവിടെ എല്ലാ കഴിവുകളോടും കൂടെ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞാൻ കാഴ്ചവെക്കുന്നു.
കാലത്തിലും ദാനത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ. എന്റെ അമ്മേ, എന്റെ അമ്മേ, എന്റെ അമ്മേ, ആവേ മരിയ. ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, 16-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏകദേശം പകുതി ദിവസത്തോട് നമ്മൾ അടുക്കുക എന്ന് വെച്ചാൽ ശുശ്രൂഷയുടെ 33 ദിവസത്തിലെ ഏകദേശം പകുതി നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എങ്ങനെയാ മക്കളെ? പ്രാർത്ഥിക്കുവാനും പുണ്യം അഭ്യസിക്കാനും പരിശുദ്ധ ബലിയിൽ പങ്കുചേരാനും സമ്പൂർണ്ണ ജപമാല ചൊല്ലുവാനും വിശുദ്ധി കാത്തു പാലിക്കുവാനും നോമ്പും ഉപവാസമൊക്കെ എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾ പേടിക്കേണ്ട. പലതിലും കുറവ് വന്നിട്ടുണ്ടാകാം, പലതും മുടങ്ങിപ്പോയിട്ടുണ്ടാകാം, ഒന്നും ചെയ്യാത്ത ദിവസങ്ങളും കാണും. വിഷമിക്കേണ്ട മക്കളെ. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പരിശ്രമം, അത് പരിശുദ്ധി അമ്മ വളരെ വില കൊടുത്ത് കാണും. അതുകൊണ്ട് ഒന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുവല്ല ചെയ്യണ്ടേ. നിങ്ങൾ വീണ്ടും തീഷ്ണതയോടെ വാ. അങ്ങനെ നമ്മളെ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും എൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ പലപ്പോഴും മുടങ്ങുമായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും അത് ചെയ്യാനായിട്ട് പ്രേരണ വന്നത് പരിശുദ്ധി അമ്മയോട് ഞാൻ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം 1000 നന്മ നിറഞ്ഞ മറിയമേ വീതം ചൊല്ലാനൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് പരിശുദ്ധി അമ്മ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രഭാതം തൊട്ട് നിങ്ങൾ കിടക്കുന്നിടം വരെ എത്രയോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാനായിട്ട് പറ്റുമോ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. 2, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഹൃദപം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് വെച്ചാൽ മറിയത്തിൻ്റെ പേര് കേട്ടാൽ അവൻ ഓടും. അവൻ അത്രയും പേടിയാ. ഇപ്പൊ മറിയത്തിൻ്റെ നാമം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. നമുക്ക് തീഷ്ണതയോടെ ഒപ്പം പുണ്യത്തിലും ജീവിക്കാനും വളരുവാനും പ്രാർത്ഥിക്കാനും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 16-ാം ദിവസം നമ്മൾ കാണുന്ന വിഷയം, ഇവളാണോ പരിശുദ്ധ കത്തോലിക്കാ സഭ? കേൾക്കണം. ഇവളാണോ പരിശുദ്ധ കത്തോലിക്കാ സഭ? നമ്മൾ അല്പം ആഴത്തിൽ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ, മനസ്സിലാക്കാനായിട്ട് നോക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മണവാളൻ ഈശോയ, മിശിഹായ, മണവാട്ടി സഭയ. മിശിഹായാകുന്ന മണവാളന്റെ മണവാട്ടിയാണ് സഭ. ഇനി സഭയാകുന്ന മണവാട്ടിക്ക് എങ്ങനെയാണ് മണവാളനായ മിശിഹായോട് പൂർണ്ണതയിൽ ഐക്യപ്പെടാനായിട്ട് പറ്റുക? പൂർണ്ണതയിൽ സഭയ്ക്ക് മിശിഹായോട് ഐക്യപ്പെടാനായിട്ട് പറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, മിശിഹ പോയ വഴിയിലൂടെ സഭ കടന്നു പോകണം. മിശിഹ പോയ വഴി ഏതാ? സഹനത്തിന്റെ പാതയിൽ. എന്ന് വെച്ചാൽ മിശിഹ സഹിച്ച പോലെ സഭ സഹിക്കണം. മിശിഹ ശൂന്യവൽക്കരിക്കപ്പെട്ട പോലെ സഭ ശൂന്യവൽക്കരിക്കപ്പെടണം. മിശിഹ സ്നാനം സ്വീകരിച്ച പോലെ സഭ സ്നാനം സ്വീകരിക്കണം. മിശിഹ പീഡകൾ അനുഭവിച്ച പോലെ സഭ പീഡ അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, മിശിഹ കാസ കുടിച്ചതുപോലെ ഈ സഭ കാസ കുടിക്കണം. മിശിഹ കുരിശിന്റെ പാതയിലൂടെ നടന്ന പോലെ ഈ സഭ കുരിശിന്റെ പാതയിലൂടെ നടക്കണം. മിശിഹ കാൽവരി കയറിയ പോലെ ഈ സഭ കാൽവരി കയറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മണവാട്ടിക്ക് ഈ മണവാളനോട് ഐക്യപ്പെടാനായിട്ട് സാധ്യമാകുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2ാം വരവിന് വേണ്ടി, ഈശോയുടെ 2ാം വരവിന് വേണ്ടി സഭ ഇങ്ങനെ തയ്യാറാകുക. ഈ തയ്യാറാകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ സഭ മിശിഹായുടെ സഹനത്തിലൂടെയും മിശിഹായുടെ പീഡകളിലൂടെയും മിശിഹ അനുഭവിച്ച ശൂന്യവൽക്കരണത്തിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമാണ് ഈശോയുടെ 2ാം വരവിലേക്ക് ഈ സഭയ്ക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ സഹനം, ഈശോയുടെ ശൂന്യവൽക്കരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ കാണുന്ന മിശിഹ മഹുദ്ധീകരിക്കപ്പെടുക. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിലൂടെ ഈ ശൂന്യവൽക്കരണത്തിലൂടെ സഭ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ സഭ മഹുദ്ധീകരിക്കപ്പെടുന്ന ഒരു നാളുണ്ട്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ
പ്രിയപ്പെട്ടവരെ, സഭ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കും. അതുകൊണ്ടാണ് വചനപ്രകാരം പറഞ്ഞു വെക്കുന്ന മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്, ലോകാരംഭം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്ത ഉഗ്രപീഡനത്തിന്റെ യാമങ്ങൾ ഇതാ സഭയെ കാത്തിരിക്കുന്നു എന്ന് വെച്ചാൽ, ഇനി ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ അനുഭവം എങ്ങനെയാ? മിശിഹ ഗെത്സമനിയില് തനിച്ച് ചോര വിയർത്ത് പ്രാർത്ഥിച്ച ഒരവസ്ഥയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സഭയ്ക്കും ഉണ്ടാകും ഒരവസ്ഥ. ഏതാ? ഈ ഗെത്സമനിയിൽ തനിച്ച് തൻ്റെ വിയർപ്പ് ചോരയായതുപോലെ ഈ സഭയും തനിച്ച് ചോര വിയർക്കപ്പെടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, മിശിഹ ഒരു കല്ലേറ് ദൂരം ശിഷ്യന്മാരിൽ നിന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ശിഷ്യന്മാർ പലരും ഉറങ്ങിപ്പോവുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സഭയ്ക്കുണ്ടാവും. സഭ ഒറ്റപ്പെട്ട് വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് സഭയിലുള്ള പല ശുശ്രൂഷകരും നിദ്രാഭാരത്താല് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാൾ വരും. പ്രിയപ്പെട്ടവരെ, വീണ്ടും പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും, മിശിഹായുടെ ഒരു ശിഷ്യൻ ഈ കാണുന്ന മിശിഹായെ ഒറ്റിക്കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിക്കോണം, ഈ സഭയിലെ ഒരു പറ്റം ശിഷ്യ സമൂഹങ്ങള് ഈ സഭയെ ഒറ്റിക്കൊടുക്കും. ഒപ്പം എതിർ ശക്തികൾക്ക്, ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കും. മിശിഹായെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സഭയിലുള്ള കുറെ ശിഷ്യ സമൂഹങ്ങള് ഈ സഭയും ഇതുപോലെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട്, മിശിഹായെ പിടിക്കുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാർ പലരും മിശിഹായെ ഇട്ടിട്ട് ഓടിപ്പോയി. അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം, സഭ ഞെരുക്കത്തിലൂടെ, സഭ പീഡകളിലൂടെ, സഭ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് സഭയിലുള്ള പല പുരോഹിതരും പല മെത്രാന്മാരും ഈ സഭയെ ഉപേക്ഷിച്ചിട്ട് പുറത്തു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഫ്രാൻസിലുള്ള ഫാദർ പെൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ, ആ വൈദികന് വലിയ ദൈവിക ദർശനങ്ങൾ ലഭിച്ചു. അദ്ദേഹം ഇപ്രകാരമാണ് പങ്കുവെക്കുക, യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും അനേകം വൈദികര് അവസാന കാലഘട്ടമാകുമ്പോൾ വൈദികരും സമർപ്പിതരും മെത്രാന്മാരും സഭയെ ഉപേക്ഷിക്കുകയും ഇസ്ലാം മതത്തിൽ ചേർന്നുകൊണ്ട് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നാളുകൾ ഉണ്ടാകും. വീണ്ടും ആ വൈദികൻ വെളിപ്പെടുത്തിയ കാര്യം ഇപ്രകാരമാണ്, അനേകം വൈദികരും അനേകം സമർപ്പിതരും അനേകം മെത്രാന്മാരും ഈ സഭയെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് പ്രീ മേസണറി ഗ്രൂപ്പിൽപ്പെട്ടുകൊണ്ട് ഈ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന നാളുകൾ ഉണ്ടാകും. വീണ്ടും ഇപ്രകാരമാണ് പറയുന്നത്, ഈ സഭയിലുള്ള വിശ്വാസം വൈദികരും സമർപ്പിതരും പലരും ഉപേക്ഷിച്ചിട്ട് വിജാതീയ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയും അതിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് സഭയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലെ പലരും കടന്നുപോകും. നമ്മൾ ചിന്തിച്ച പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിൽ മിശിഹ അനുഭവിച്ച അതേ വേദന സഭയും അനുഭവിക്കുക. ഈ നാളുകളിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? സഭയെ രക്ഷിക്കാനാന്നും പറഞ്ഞ് ചില വ്യക്തികൾ ഉദയം ചെയ്യും. ആ സമയത്ത് അവർ ചെയ്യുന്ന കാര്യം, അവരുടെ വിശ്വാസം കുറവുള്ളത് കൊണ്ടും അവരിൽ സ്നേഹം കുറവുള്ളത് കൊണ്ടും അമിതമായ തീഷ്ണതയുള്ളത് കൊണ്ടും അവർ പത്രോസിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അനേകരെ അതിലൂടെ വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, സഭയെ മുറിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക്, സഭയെ വ്രണപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അതുപോലെ അവർ ചെയ്യുന്ന രീതിയുടെ ഫലമായിട്ട് ചില ഗ്രൂപ്പ് പ്രവർത്തനങ്ങള്, ചില പ്രതിഷേധ രീതികള്, ചില വിപ്ലവകരമായ രീതികള്, ചില യുദ്ധ രീതികള് അവർ സംജാതമാക്കി സഭയെ സംരക്ഷിക്കാനെന്നും പറഞ്ഞ് പുറത്തെടുക്കുന്നതിന്റെ ഫലമായിട്ട് സഭയ്ക്കുള്ളിലെ സ്നേഹവും വിശുദ്ധിയും സഭയുടെ ആന്തരിക ശുദ്ധതയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ സംജാതമാകും. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കാണുകയാണ്, മിശിഹായുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, മിശിഹ മതരാഷ്ട്രീയ സംഘങ്ങൾക്ക് മിശിഹായെ ഏൽപ്പിച്ചു കൊടുക്കുക. അവസാന നാളിൽ നടക്കാൻ പോകുന്ന കാര്യതാ മക്കളെ, സഭ മതരാഷ്ട്രീയങ്ങൾക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ സഭയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും. യൂദാസ് എന്ത് ചെയ്തു? ചില രഹസ്യ അജണ്ടകളിലൂടെ, ചില കച്ചവട മനസ്ഥിതിയിലൂടെ ഈ കാണുന്ന മിശിഹായെ ഒറ്റിക്കൊടുത്തു.
30 വെള്ളിക്കാശിന്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സഭയിൽ എന്തുണ്ടാകും? ചില രഹസ്യ അജണ്ടകള്, ചില കച്ചവട രീതികള്. ഇതിന്റെ ഫലമായിട്ട് ഈ സഭയെ 30 വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിക്കൊടുത്ത പോലെ ഒരു പറ്റം ആളുകള് ഈ കാണുന്ന കത്തോലിക്ക സഭയെ ഒറ്റിക്കെടുക്കുന്ന അവസ്ഥകൾ സംജാതമാകും അവസാന കാലഘട്ടത്തില്. മിശിഹായുടെ കയ്യും കാലും കുച്ചിക്കെട്ടി, ഇതുപോലെ തന്നെ സഭയുടെ കയ്യും കാലും കൂച്ചിക്കെട്ടിപ്പെടുന്ന അവസ്ഥ വരും. മിശിഹായുടെ കണ്ണ് മൂടിക്കെട്ടി സഭയുടെ കണ്ണ് ഇതുപോലെ മൂടിക്കെട്ടുന്ന ഒരു അവസ്ഥ വരും. മിശിഹായുടെ ശിരസിൽ മുൾക്കിരീടം വെച്ചു. അവസാന കാലഘട്ടത്തിൽ മിശിഹായുടെ ശരീരത്തിലും ശിരസിലും മുൾക്കിരീടം വെക്കുന്ന അവസ്ഥ വരും. പ്രിയപ്പെട്ട മക്കളെ, ഈ മിശിഹായെ ഏതൊക്കെ രീതിയിൽ നിന്ദിക്കാൻ പറ്റോ, അപമാനിക്കാൻ പറ്റോ, അതിന്റെ പൂർണ്ണതയിൽ അവർ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തില് ഈ കാണുന്ന സഭയെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥകൾ സംജാതമാകും. പ്രിയപ്പെട്ടവരെ, ഈ ഈശോയെ ചമ്മട്ടി കൊണ്ട് എന്തുമാത്രം പീഡിപ്പിക്കാമോ, അടിക്കാൻ പറ്റുമോ, അപ്രകാരം അടിച്ചു. ഇതേപോലെ തന്നെ ഈ കാണുന്ന കത്തോലിക്ക സഭയെ ഏതൊക്കെ രീതിയിൽ ചമ്മട്ടി കൊണ്ട് അടിക്കാൻ പറ്റുമോ അപ്രകാരമുള്ള കാര്യങ്ങൾ അവസാന കാലഘട്ടത്തിൽ വരും. മക്കളെ, ഈ ഈശോയെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാൻ പറ്റുമോ, നഗ്നനാക്കി മാറ്റാൻ പറ്റുമോ, അപ്രകാരം ചെയ്ത പോലെ തന്നെ ഈ കാണുന്ന സഭയെയും നഗ്നനാക്കി തീർക്കുന്ന, മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകുന്ന, വിരൂപനാക്കി തീർക്കുന്ന അവസ്ഥ അവസാന കാലഘട്ടത്തിൽ കടന്നു വരും. മക്കളെ, തന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ശരീരത്തിന്റെ സൗന്ദര്യം അത് മുഴുവനും കളഞ്ഞിട്ട് ആ കാണുന്ന ഈശോയെ, മിശിഹായെ വിരൂപനാക്കിയ പോലെ ഈ സഭയെ വിരൂപമാക്കുന്ന ഒരു അവസ്ഥ അവസാന കാലഘട്ടത്തിൽ കടന്നു വരും. മക്കളെ, പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ വരവിന് മുമ്പ് ഇങ്ങനത്തെ ചില അവസ്ഥകൾ അവസാന കാലഘട്ടത്തിൽ വരും. മക്കളെ, കാരണം മിശിഹായുമായിട്ട് സഭയ്ക്ക് ഐക്യപ്പെടണമെങ്കിൽ മിശിഹ ചെയ്ത കാര്യങ്ങളിലൂടെ മുഴുവനും ഈ സഭ പോകേണ്ടിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരമൊക്കെ ഉണ്ടാകുമ്പോഴും ദൈവം മൗനം പാലിക്കുക, ദൈവം അനുവദിക്കുക. എന്തിനാ ഇങ്ങനെ ഈ അവസ്ഥയിലൂടെ സഭ കടന്നു പോകുമ്പോൾ ദൈവം അനുവദിക്കാൻ കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒറ്റ ആഗ്രഹമുണ്ട്, ഈ കാണുന്ന എൻ്റെ പുത്രൻ മിശിഹായുമായിട്ട് ഈ സഭ ഐക്യപ്പെടണം. ആ സമയത്ത് സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം എന്നറിയണോ? ഈ കാണുന്ന സഭയെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റും എന്ന് വെച്ചാൽ, സഭയെ തുടച്ചു നീക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കൾക്കും ജനതകൾക്കും ഏൽപ്പിച്ചു കൊടുത്ത അപ്രകാരമുള്ള പ്രേരണകള് രാഷ്ട്രീയ നേതാക്കളിലും ജനതകളിലും അവൻ ഉയർത്താൻ തുടങ്ങും. അവൻ ഇപ്രകാരം വിളിച്ചു പറയും, ഈ സഭ ഭൂമിക്ക് ശാപമാണ്, മാനവതയ്ക്ക് തടസ്സമാണ്, മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വിലങ്ങാണ്. ഇപ്രകാരമുള്ള ആശയങ്ങള് അവൻ അപ്രകാരം നിരത്തിയിട്ട് ഈ സഭയെ എന്നേക്കുമായിട്ട് തുടച്ചു നീക്കാനായിട്ട് അവൻ പരിശ്രമിക്കും. ഇതന്നെയല്ലേ മക്കളെ മിശിഹായോട് ചെയ്തേ? ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും ഒരു കുരിശിൽ മിശിഹ ഏറ്റെടുത്ത പോലെ സഭയുടെ എല്ലാ കുറവുകളും, സഭയുടെ എല്ലാ പ്രശ്നങ്ങളും, പാപങ്ങളും ഇതാ സഭ കുരിശിലേക്ക് സ്വീകരിക്കുക എന്ന് വെച്ചാൽ അത് മുഴുവനും ആ സഭ ഏറ്റെടുക്കാൻ തയ്യാറാകുക. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും മുന്നോട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും, കാൽവരിയിൽ മിശിഹ വിരൂപനായിട്ട് കാണുകയാണ്. ഈ കാണുന്ന സമയത്ത് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവൻ ക്രിസ്തു തന്നെയാണോ? കാരണം ക്രിസ്തു രക്ഷകനാ. അതുകൊണ്ടാണ് പടയാളികൾ വിളിച്ചു പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണെങ്കിൽ, ഇവൻ ദൈവമാണെങ്കിൽ തന്നെ ഇറങ്ങി വരട്ടെ, ഇവൻ തന്നെ രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതേ അവസ്ഥ സഭയ്ക്ക് വരികയാണ്. അതുകൊണ്ട് സഭ നാണം കെടുമ്പോൾ, വിരൂപനായി തീർന്ന അവസ്ഥ വരുമ്പോൾ അനേകർ ചോദിക്കും, ഇവൻ തന്നെയാണോ, ഇത് തന്നെയാണോ, ഇവള് തന്നെയാണോ പരിശുദ്ധ കത്തോലിക്ക സഭ? ഇവളാണോ ക്രിസ്തുവിന്റെ മണവാട്ടി? ഇതാണോ അല്ലെങ്കിൽ ഇവളാണോ രക്ഷയുടെ കുദാശ? പ്രിയപ്പെട്ട മക്കളെ, മിശിഹ എന്തുമാത്രം സഹിച്ചോ, മിശിഹ എന്തുമാത്രം വേദനിച്ചോ, ആ വേദന സഹനം മുഴുവനും സഭയും അനുഭവിക്കേണ്ടി വരും. നമ്മൾ കാണുന്നുണ്ട് മിശിഹായെ അവസാനം കുരിശിൽ കിടന്ന വേദന കൊണ്ട് പൊളഞ്ഞിട്ട് മരണത്തിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചോ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വേദന സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് സഭ ചോദിക്കുമ്പോഴും ദൈവം നിശബ്ദനായിട്ടിരിക്കുന്നതേ കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന സഭ ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ്
അത് അടക്കം ചെയ്യപ്പെടുന്ന കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ആ സമയത്ത് സാത്താൻ സന്തോഷിക്കും, സഭ തീർന്നു, അവൻ വിജയം വരിച്ചു എന്ന് ചിന്തിക്കുന്ന നാളുകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതിനുശേഷമാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോ എപ്പോഴാണ് വിരൂപനായിട്ട് കാണപ്പെട്ടെ, ആ കാണപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുക? ഈശോയുടെ മഹുദ്ധീകരണം സംഭവിക്കുക, ഉത്ഥാനം സംഭവിക്കുക. പ്രിയപ്പെട്ടവർ, എപ്പോൾ സഭ വിരൂപമാക്കപ്പെടുന്നോ, ആ വിരൂപമാക്കപ്പെട്ടതിന്റെ അങ്ങേയറ്റം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ മിശിഹായുടെ സഭ മഹുദ്ധീകരിക്കപ്പെടും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശിവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ നടുങ്ങണ്ട. ഇത് കഴിയുമ്പോൾ ഈശോ ഉത്ഥാനം ചെയ്ത പോലെ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭ മഹുദ്ധീകരിക്കപ്പെടും എന്നുള്ള സത്യം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സഹനം, ശൂന്യവൽക്കരണം, അതിനുശേഷം ഉത്ഥാന മഹുദ്ധീകരണമാണ്. ഇതുപോലെ തന്നെ സഭ സഹനത്തിലൂടെ, പീഡകളിലൂടെ കടന്നു പോകുന്നു, ശൂന്യവൽക്കരണപ്പെടുന്നു, അതിനുശേഷം ഈ സഭയും മഹുദ്ധീകരിക്കപ്പെടുക. നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് പ്രിയപ്പെട്ടവരെ, കാൽവരിയിൽ 3 ആണികളാൽ സ്വയം രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈശോ കടക്കുക. അതുപോലെ തന്നെ നിസ്സഹായനായിട്ട് ഈശോ കടക്കുക, വധശിക്ഷ ഏറ്റുവാങ്ങി കടക്കുക. ഈ സമയത്ത് ആരും വിശ്വസിക്കുന്നില്ല ഇത് ക്രിസ്തുവാണ്, ദൈവമാണെന്ന്. വിശ്വസിച്ച 3 പേരേ ഉള്ളൂ. 1 പരിശുദ്ധി അമ്മ, 2 യോഹന്നാൻ ശ്ലീഹ, 3 നല്ല കള്ളൻ. പ്രിയപ്പെട്ടവരെ, അവസാന നാളുകളിൽ ഈ സഭ ഇതുപോലെ വിരൂപമാക്കപ്പെട്ട് ആർക്കും വേണ്ടാത്തവനെ പോലെ കടക്കുന്ന സമയത്ത് ഈ സഭയെ വിശ്വസിക്കുന്നവർ ആരാണ് എന്ന് ചോദിച്ചാൽ, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ സമർപ്പിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട മക്കൾക്ക് മാത്രമാണ് ഈ സഭയിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ സഭ യഥാർത്ഥ സഭയാണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശിവനോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ സഭയുടെ സഹനയാമങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ ദൗത്യം എന്താ? നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ സ്വന്തം പുത്രനെ പടയാളികൾ മാറി മാറി ശരീരത്തിൽ പരിക്കേൽപ്പിച്ചപ്പോൾ, അടിച്ചപ്പോൾ, സഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊടുത്ത സമയത്ത് ഈശോ ശരീരത്തിൽ സഹിച്ചിട്ടുള്ള മുഴുവനും വേദനകളും മുഴുവനും പീഡകള് പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തിൽ മുഴുവനും സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ തൻ്റെ അടുത്ത മക്കളെ, പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ രീതിയിൽ അവസാന കാലഘട്ടത്തിൽ പരിക്കേൽപ്പിക്കുമ്പോൾ, മുറിപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കണം, ഈ പരിശുദ്ധ അമ്മ മാതാവ് ഈ കാണുന്ന പീഡകൾ മുഴുവനും തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കാണുന്നില്ല മക്കളെ, കുരിശിന്റെ ചുവട്ടിൽ അവസാന സമയത്തും പരിശുദ്ധ അമ്മ വിശ്വസ്തയോടെ തൻ്റെ മകനെ ശക്തിപ്പെടുത്തിയ ഒരു കാലം. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, സഭ നിന്ദിക്കപ്പെടുമ്പോൾ, സഭ വേദനിക്കപ്പെടുമ്പോൾ, സഭ കൊള്ളില്ലാത്തതായി മുദ്ര കുത്തപ്പെടുന്ന സമയത്ത് ഈ സഭയിൽ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ സഭയെ താങ്ങി നിർത്തുന്ന ഏക വ്യക്തി ഈ പരിശുദ്ധ അമ്മയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് സാത്താൻ വിജയം ആഘോഷിക്കാൻ പോകും. ആ വിജയം ആഘോഷിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ചെയ്യുന്ന കാര്യം, പരിശുദ്ധ അമ്മ ഒരു ഗണം മക്കളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരുക്കുകയാണ്. എന്തിനാ? ഈ കാണുന്ന സഹനം കഴിയുമ്പോൾ, ഈ ശൂന്യവൽക്കരണം കഴിയുമ്പോൾ സഭയ്ക്കൊരു മഹുദ്ധീകരണമുണ്ട്. ആ മഹുദ്ധീകരണത്തിൽ പങ്കുപറ്റാനുള്ള മക്കളെ പരിശുദ്ധ അമ്മ ഒരുക്കുക. ആ ഒരുക്കുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത് അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മക്കളെ, പരിശുദ്ധി അമ്മ ചെയ്യുന്ന ഈ സാത്താൻ ഇപ്രകാരം സഭയെ പീഡിപ്പിച്ച് ഞെരുക്കി സഭ ഇല്ലാതായി തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിജയാഘോഷം നടത്തുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് അവന്റെ ആഘോഷത്തിന്റെ കാലം ത്വരിതപ്പെടുത്തുക, എളുപ്പമാക്കി തീർക്കുക, ഇല്ലാതാക്കി തീർക്കുക. പെട്ടെന്ന് പ്രാർത്ഥിച്ച് മക്കളെ മുഴുവനും ഈശോയുടെ വരവിനായിട്ട് ഒരുക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവപിതാവ് നൽകിയ പ്രവചന വാഗ്ദാനം, അത് ഇനിയും പൂർത്തിയാക്കാത്തൊരു പ്രവചനമുണ്ട്. അത് മറ്റൊന്നുമല്ല, നിന്റെ കുതികാലിൽ പരിക്കേൽക്കും. 33:15 അവൻ നിന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആരെയാ മക്കളെ പരിക്കേൽപ്പിക്കണേ? ഈശോയാണോ?
ശരിക്കും നമ്മളത് പഠിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ സാത്താൻ പരിക്കേൽപ്പിക്കുന്നത് മിശിഹായി അല്ല, മിശിഹായുടെ സഭയാ. കാരണം മിശിഹ ശിരസ, ഉടല് സഭയാ. പ്രിയപ്പെട്ടവർ, ഈ സഭയാ എന്ന് വെച്ചാൽ സാത്താൻ മിശിഹായെ പരിക്കേൽപ്പിച്ചു, സ്ത്രീയെ പരിക്കേൽപ്പിച്ചു, ഒപ്പം ആ സ്ത്രീയുടെ അടുത്ത സന്തതിയായിട്ടുള്ള സഭയെ പരിക്കേൽപ്പിക്കുക. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, പ്രിയപ്പെട്ട മക്കളെ, മിശിഹായുടെ കുതികാൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, സഭയാ. കാരണം സഭ ഇതുപോലെ പീഡകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം യഥാർത്ഥത്തിൽ മിശിഹായുടെ കുതികാൽ യഥാർത്ഥത്തിൽ സഭ തന്നെയാണെന്നുള്ളതിന്റെ തെളിവാ. അല്ലെങ്കിൽ ഇതുപോലെ പീഡകൾ സഭയ്ക്കുള്ളിൽ വരില്ല, സഭയ്ക്കകത്തും പുറത്തും വരില്ല മക്കളെ. നമ്മൾ കാണുന്നുണ്ട് സ്ത്രീയുടെ ആദ്യത്തെ മകനെ സാത്താൻ പരിക്കേൽപ്പിക്കുക. ആ പരിക്കേൽപ്പിച്ച സമയത്ത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് ആ മകനെ പൊതിഞ്ഞു പിടിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ആ സ്ത്രീയുടെ അടുത്ത മക്കളെ, സന്താനങ്ങളെ പരിക്കേൽപ്പിക്കുക. ആ സമയത്തും പരിശുദ്ധ അമ്മയാണ് ഈ കാണുന്ന മക്കളെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഏതാണ് മിശിഹായുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? 2 കാര്യങ്ങളാ. ഒന്ന്, സഭയ്ക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളും എതിർപ്പുകളും പീഡകള്. 2, സഭയ്ക്കകത്തുള്ള തിന്മകളും ജീർണതകളും. ഇതാണ് സഭയ്ക്ക് ഏൽപ്പിക്കുന്ന പരിക്ക്, കാലിൽ ഏൽപ്പിക്കുന്ന പരിക്കെന്ന് പറയുന്ന ഈ 2 പരിക്ക. സഭയ്ക്കെതിരെയുള്ള ഓരോ സംസാരം, ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പീഡകള്, സഭയോടുള്ള എതിർപ്പുകൾ. 2, സഭയ്ക്ക് അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് സഭയ്ക്കകത്തുള്ള ജീർണതകൾ. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് പരിശുദ്ധി അമ്മ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമുള്ള ഈ ജീർണതകളും ഈ തിന്മകളും എപ്പോഴും എടുത്തുമാറ്റി ശുദ്ധീകരിക്കാനായിട്ട് സഭ ദൈവ മക്കളെ, പ്രത്യേകിച്ച് അമ്മയുടെ മക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ നാളുകളിലേക്ക് അന്ത്യകാല പ്രേക്ഷിതരെന്ന് പറഞ്ഞ ശുശ്രൂഷ കണ്ടു. പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ ഇതാ, സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമുള്ള തിന്മകളെ എടുത്തുമാറ്റി ആ സഭയെ വിശുദ്ധീകരിക്കാൻ അമ്മ ഒരുക്കുന്ന ഒരു കൂട്ടം മക്കളാണ് അന്ത്യകാല പ്രേക്ഷിതര്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഭയിൽ ദൈവ സാന്നിധ്യമുണ്ട്, സഭയിൽ രക്ഷാകര ശക്തിയുണ്ട് എന്നതിന്റെ തെളിവാണ് സഭ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ മുഴുവനും. സഭ ദൈവത്തിൻ്റെതല്ലായിരുന്നെങ്കിൽ, സഭയിൽ മാതാവിന് ശക്തമായിട്ടുള്ള പ്രവർത്തനമില്ലായിരുന്നെങ്കിൽ സഭ ഇതുപോലെ പീഡകളിലൂടെ കടന്നു പോകില്ല. പക്ഷെ സഭയ്ക്ക്, ഈശോയ്ക്ക് സാത്താനെ തകർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, സ്ത്രീക്ക് സാത്താനെ തകർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന ഈ സാത്താനെ തകർക്കാനായിട്ട് സഭയ്ക്ക് കഴിയും എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശൂന്യവൽക്കരണം, ഈ സഹനവും ഈ ശൂന്യവൽക്കരണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സഭയെ നിർമ്മല വധുവായിട്ട് തീരുക എന്ന് വെച്ചാൽ കറയോ കളങ്കമോ ഒരു കുറവോ ഇല്ലാത്ത ഏറ്റവും നിർമ്മല വധുവായിട്ട് സഭ മാറുന്നത് ഈ സഹനത്തിലൂടെ, ഈ ശൂന്യവൽക്കരണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ശൂന്യവൽക്കരണത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താ പിന്നെ വരുന്നത്? മഹത്വീകരണം വരിക. ഈ മഹത്വീകരണത്തിലൂടെയാണ് മിശിഹായും സഭയും ഒന്നായി ഐക്യപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനായിട്ടും മുഴുവനും മക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുക പരിശുദ്ധ അമ്മയുടെ ദൗത്യം. നമ്മൾ ഇന്നത്തെ ദിവസം ഈ സഭയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. കാരണം സഭാ മക്കൾ നഷ്ടപ്പെടരുത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഈശോ അനുഭവിച്ച വേദനയിലൂടെ മുഴുവനും സഭയാകുന്ന മക്കൾ കടന്നു പോകേണ്ടി വന്നാൽ എത്ര പേര് ഈ സഭയ്ക്കകത്ത് നിൽക്കും മക്കളെ? ഒറ്റപ്പെടുന്ന അവസ്ഥ, ഗെത്സമനിയിൽ ഒറ്റപ്പെട്ട അതേ അവസ്ഥ, പ്രിയപ്പെട്ടവരെ ചതിക്കുന്ന അവസ്ഥ, വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥ, നിദ്രഭാരത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ, കയ്യും കാലും കൂച്ചിക്കെട്ടിയ അവസ്ഥ,
ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിപ്പോൾ ആദ്യം കണ്ട പോലെ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിയിലൂടെ കടന്നു പോകുമ്പോൾ എത്ര മക്കൾക്ക് ഈ സഭയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും? സഭയുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കപ്പെടുന്ന സമയത്ത് എത്ര പേർക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ അവസാന കാലഘട്ടത്തിൽ ഇത് ഉണ്ടാകും മക്കളെ. അതുകൊണ്ടാണ് ഓരോ മക്കളോടും പറയുന്ന, മക്കളെ നിങ്ങൾ ഒരുങ്ങണം. ആരിലൂടെ ഒരുങ്ങണ്ടേ? അമ്മയിലൂടെ. കാരണം ആദ്യം ആ സഭയിൽ എല്ലാ ശിഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് വിശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി അവർക്ക് ദൗത്യം ഏൽപ്പിച്ചു കൊടുത്ത അമ്മയാ. അതുകൊണ്ട് ഈ അമ്മയാണ് ഈ കാലഘട്ടത്തിലും മക്കളുടെ ജീവിതത്തിൽ വരുന്ന, സഭയാകുന്ന മക്കളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സഹനങ്ങളെ അതികടക്കാനായിട്ട്, മറികടക്കാനായിട്ട് ശക്തി തരുന്നത്, വഴി തുറന്നു തരുന്ന പരിശുദ്ധി അമ്മ. അതുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് മക്കളെ പ്രതിഷ്ഠിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സഭയെ മുറുകെ പിടിക്കണം. എത്ര ദുരിതം വന്നോട്ടെ, എത്ര ക്ലേശം വന്നോട്ടെ, ഏത് പീഡ വന്നോട്ടെ, ഏത് വിഷമം വന്നോട്ടെ, ഏത് തകർച്ച വന്നോട്ടെ, പക്ഷെ നമ്മൾ നമ്മുടെ സഭയെ വിട്ടുപോകില്ല. സഭയെ വിട്ടുപോകില്ല. മിശിഹ കുരിശിൽ കിടക്കുന്ന സമയത്ത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ 3 പേര്, 1 പരിശുദ്ധി അമ്മ, 2 യോഹന്നാൻ ശ്ലീഹ, 3 നല്ല കള്ളൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസാന കാലഘട്ടത്തിൽ ഈ പീഡകളുടെ വഴിയിലൂടെ സഭയാകുന്ന നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മുറുകെ പിടിച്ച് നിൽക്കണമെങ്കിൽ, യഥാർത്ഥ സത്യസഭയിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് പരിശുദ്ധി അമ്മയാണ്. അതുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് സഭയെ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് പരിശുദ്ധി അമ്മ നൽകുന്ന ആ കൊച്ചു സന്ദേശം ഏറ്റവും സ്നേഹപൂർവ്വം നമുക്ക് കേൾക്കാം. അതിനുശേഷം പുണ്യം അഭ്യസിക്കാനുള്ള വഴികൾക്കായിട്ട് നമുക്ക് പരിശുദ്ധി ആരാധനയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് ഒന്നാകാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയങ്ങളുടെയും ആത്മാക്കളുടെയും കൂട്ടായ്മയാണ്. ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതെല്ലാം ദൈവിക സ്വഭാവമുള്ള കാര്യങ്ങളാണ്. എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെയും നിങ്ങൾ തീർച്ചയായും സഹായിക്കണം. എന്നാൽ അതിലും വലിയ കാര്യം ഇതാണ്: നിങ്ങൾ എൻ്റെ വിജയം ലോകത്തിൽ എത്തിക്കും. ദൈവിക കൃപയുടെ പദ്ധതിയും. നിങ്ങൾ പ്രിയ മക്കളെ, ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കുക. കാറ്റടിക്കുമ്പോൾ എല്ലാ മേഘങ്ങളും ഒരുപോലെ നീങ്ങുന്നത് കാണുന്നില്ലേ? കാറ്റു മാത്രമാണ് അതിനെ ചലിപ്പിക്കുന്നത്. ദൈവം ഇച്ഛിക്കുന്നിടത്ത് അത് നിൽക്കുന്നു, കാറ്റിൻ്റെ ചിറകുകളിൽ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എത്തുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാക്കളെ കൊണ്ടുപോകും. ദൈവമായിരിക്കും ആത്മാവിനെ സംവഹിക്കുന്നത്. എൻ്റെ ഹൃദയത്തോടൊപ്പം അത് ചലിക്കും, മേഘങ്ങളെപ്പോലെ. മാതാവ് പറയുന്നു, നിങ്ങളുടെ സമർപ്പണം വഴിയായി നിങ്ങൾ ലോകത്തിൽ നിന്നും സ്വതന്ത്രരാണ്. എന്നോടാണ് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. സമാധാനത്തിലും സ്നേഹത്തിലും പോവുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനപ്രകാരം സ്വയം വിട്ടുകൊടുക്കുക. ആത്മാവ് ആഗ്രഹിക്കുന്നത് ആയിത്തീരുക. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഞാൻ ഈശോയുടെ മാത്രം സ്വന്തമാണ് എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു. വാക്കിൽ ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും എന്ന് 10 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ എന്നോട് തെറ്റ് ചെയ്യുന്ന ഒരാളോട് ഞാൻ ക്ഷമിക്കും. ഉപേക്ഷ വരുത്താതെ പ്രലോഭനങ്ങളെ ജയിക്കാൻ വിശ്വാസ പ്രമാണം 2 പ്രാവശ്യം ചൊല്ലും. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ
ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്തനായ നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. 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 കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവികാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളിന്ന് കണ്ടല്ലോ, മണവാട്ടിയാകുന്ന സഭ മണവാളനായി മിശിഹായോട് ഐക്യപ്പെടണം. ഐക്യപ്പെടാൻ സഹനം, ശൂന്യവൽക്കരണം, ഒപ്പം ആ കാസ കുടിക്കണം. അതിനോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ സ്നാനം സ്വീകരിക്കണം, കുരിശിന്റെ പാത പുൽക്കണം, കാൽവരി കയറണം. നമ്മൾ മനസ്സിലാക്കിയ ഈ നിമിഷം എനിക്ക് എൻ്റെ ദൈവത്തോട് ഐക്യപ്പെടണം. ഐക്യപ്പെടുന്നതിന് മുമ്പ് ഒരു ഇരുണ്ട രാത്രിയിലൂടെ നമ്മൾ കടന്നു പോകണം. അതാണ് പ്രിയപ്പെട്ടവർ ഈ സഹനത്തിന്റെ പാത. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കോണം, എനിക്കെൻ്റെ ദൈവത്തെ ചേർത്ത് പിടിക്കണമെങ്കിൽ എന്നിൽ ഒരു കുരിശിന്റെ പാതയുണ്ട്. എനിക്ക് കാൽവരി കയറേണ്ടതുണ്ട്. ഈശോ സ്വീകരിച്ച സ്നാനം സ്വീകരിക്കേണ്ടതുണ്ട്. അവൻ കുടിച്ച കാസ ഞാനും കുടിക്കേണ്ടതുണ്ട്. അവൻ അനുഭവിച്ച പീഡ ഞാൻ അനുഭവിക്കേണ്ടതുണ്ട്. അവൻ സഹിച്ച സഹനം ഞാൻ സഹിക്കേണ്ടതുണ്ട്. അവൻ ശൂന്യവൽക്കരിക്കപ്പെട്ട പോലെ ഞാനും ശൂന്യവൽക്കരിക്കപ്പെടണം. മക്കളെ, ഇതിലൂടെ മാത്രമാണ് രക്ഷ, ഐക്യം, ഒന്നാകൽ നടക്കുക. എന്റെ സ്വഭാവം എന്താന്നേ? സഹിക്കാൻ ഭയമല്ലേ, പേടിയല്ലേ, ഇതിൽ നിന്ന് ഒളിച്ചോടുവല്ലേ? പീഡകൾ വരുമ്പോൾ എങ്ങനെയാന്ന് ഞാന് ശൂന്യവൽക്കരിക്കപ്പെടാനായിട്ടുള്ള എന്റെ മനസ്ഥിതി എങ്ങനെയാന്ന്? അവൻ കുടിച്ച കാസ കുടിക്കാനുള്ള താല്പര്യം എങ്ങനെയാന്ന്? കുരിശിന്റെ പാത പുൽകാനുള്ള ആഗ്രഹം എങ്ങനെയാന്ന്? അവൻ കയറിയ കാൽവരി കയറാനുള്ള തോന്നൽ, ആഗ്രഹം എന്തോരുണ്ട് മക്കളെ നമുക്ക്. ഇതിന്ന് ഒളിച്ചോടിയാൽ, ഇതിന്ന് മാറി നിന്നാൽ, ഇത് മാറിപ്പോകാൻ നോക്കിയാൽ എങ്ങനെയാ മക്കളെ നമുക്ക്
എൻ്റെ മണവാളനായ ഈശോയോട് ഐക്യപ്പെടാൻ പറ്റുക. ഈ നിമിഷം സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ സഹനം കാണും മക്കളെ. അനുദിന ജീവിതത്തിൽ ഇഷ്ടം പോലെ ജീവിത പങ്കാളിയിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്നാകാം, നമ്മുടെ രോഗപീഠകളിൽ നിന്നാകാം, അസ്വസ്ഥതകളെപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങള്, കുരിശുകള്, ശൂന്യവൽക്കരിക്കപ്പെടുന്ന അവസ്ഥകള്, സ്നാനം സ്വീകരിക്കപ്പെടുന്ന അവസ്ഥകള്, കാസ കുടിക്കേണ്ട അവസ്ഥകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ മക്കളെ, ഇത് മാറാൻ നോക്കണ്ട. ഇത് അപ്പനിലേക്ക് സമർപ്പിച്ച് ഈശോയുടെ മുറിവിലേക്കൊന്ന് ചേർത്ത് വെച്ച്, ആരും അറിയണ്ട മക്കളെ നിന്റെ സഹനം. ആരാലും അറിയപ്പെടാത്ത അനവധി സഹനം വരുമ്പോൾ, വേദന വരുമ്പോൾ, കുരിശ് വരുമ്പോൾ, കാൽവരി യാഗത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ, നീ അപ്പന്റെ മുറിവിലേക്ക് പരിശുദ്ധി അമ്മയുടെ 7 വ്യാകുലം വഴി ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മഹത്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും, ഐക്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചപ്പാ, എനിക്ക് ഐക്യപ്പെടാൻ, എനിക്ക് പൂർണ്ണമായിട്ട് സഹനം സ്വീകരിച്ചുകൊണ്ട് സമർപ്പിക്കാൻ, ഒരു ശൂന്യവൽക്കരിക്കപ്പെടാനുള്ള കൃപ എനിക്ക് തരണമേ. എന്നെ തന്നെ പരിപൂർണമായി ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയം വഴി ഞാൻ സമർപ്പിക്കുക. അമ്മേ, എന്നെ അതിനായിട്ടൊന്ന് ഒരുക്കണമേ. ആ വേളയിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണമേ. ആ സമയത്ത് പതരാതെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ചേർന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിളിച്ചു പാടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. അളവില്ലാത്ത നിൻ കൃപമതിയേ നിൻ അളവില്ലാത്ത നിൻ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ. ഒരു നിമിഷം കണ്ണടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച മക്കളെ, നമ്മൾ പോകുന്ന ഒരു വഴി ഈശോ പറഞ്ഞു തന്നു. അത് ഈശോയുടെ വഴിയാ, ഒറ്റപ്പെടലിന്റെ വഴി, ചോര വിയർക്കുന്ന അവസ്ഥ പോലുള്ള ഒരു വഴി, കുറ്റിക്കൊടുക്കപ്പെടുന്ന ഒരു അവസ്ഥയുള്ള വഴി, മറ്റുള്ളവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന, ശത്രുക്കൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന വഴി, എന്റെ കണ്ണ് മൂടിക്കെട്ടുന്ന ഒരു വഴി, എന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടുന്ന ഒരു വഴി, എന്റെ ജീവിതത്തിൽ ശരീരത്തിലേക്ക് മാറി മാറി പീഡകൾ വരുന്ന വഴി, നിന്ദനം വരുന്ന വഴി, അപമാനം വരുന്ന വഴി, പരിഹാസപാത്രമായി തീരുന്ന വഴി, ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെടുന്ന ഒരു മാർഗം, ശിരസിൽ മുൾക്കിരീടം വെക്കുന്ന രീതി. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ രീതിയിൽ എനിക്ക് എന്നെ വേദനിപ്പിക്കാൻ പറ്റുമോ ആ വേദനകളിലൂടെ ഞാൻ കടന്നു പോകുന്ന നാളുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, സഹനം വരുമ്പോൾ ഒളിച്ചോടിയാൽ എനിക്ക് എൻ്റെ ഈശോയോട് ഐക്യപ്പെടാൻ പറ്റില്ല. നമ്മളായിരിക്കുന്ന സഭാമക്കൾ പ്രകാരമുള്ള വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പതറാതെ നിൽക്കണം, അവിടെ വീഴാതെ നിൽക്കണം, വിശ്വാസം തളർന്നു പോകാതെ നിൽക്കണം. നമ്മളെ സഹായിക്കുന്നതാ പരിശുദ്ധി അമ്മ. നമ്മുടെ തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ട് അമ്മയാ നയിക്കുന്ന അപ്പൻ. നമ്മൾ ഒരിക്കലും വീഴാൻ അമ്മ അനുവദിക്കില്ല. അമ്മയോട് പ്രാർത്ഥിച്ച അമ്മേ, ഞങ്ങളും ഞങ്ങളുടെ സഭയും ഏതൊക്കെ പീഡകളും വേദനകളും ഈശോയുടെ സഹനത്തിലൂടെ മാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ തളരാതെ വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്കൊരു കൃപ തരണമേ, ഒരു അഭിഷേകം തരണമേ, ഞങ്ങളെ അതിനായി ജ്വലിപ്പിക്കണമേ എന്ന് മനസ്സിൽ ആഗ്രഹിച്ച ഒരു നിമിഷം നമ്മൾ പാടി നിമിഷം പ്രാർത്ഥിച്ചേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ, അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. എല്ലാ മക്കളും ആഗ്രഹിച്ചേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ, അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളായിരിക്കുന്ന സഭ, നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭ വിരൂപമാക്കപ്പെടുന്ന ഒരു നാളുണ്ട്. ഈശോയെ വിരൂപമാക്കിയ പോലെ വിരൂപമാക്കപ്പെടും. ആ സമയത്ത് പലരും ചോദിക്കും, ഇവളാണോ യഥാർത്ഥ പരിശുദ്ധ കത്തോലിക്ക സഭ? ഇവളാണോ ഈശോയുടെ മൗതിക ശരീരമായിട്ടുള്ള സഭ? ഇവളാണോ യഥാർത്ഥ സഭ?
മക്കളെ, ഇതുപോലെ വിരൂപമാക്കപ്പെടുന്ന ഒരവസ്ഥ സഭയിൽ കടന്നു വരുമ്പോൾ സഭയെ ഇട്ടിട്ട് പോകരുതേ, സഭയെ ഉപേക്ഷിച്ചിട്ട് പോകരുതേ, സഭയെ തള്ളിക്കളഞ്ഞിട്ട് പോകരുതേ. കാരണം അപ്രകാരം വിരൂപമാക്കപ്പെട്ടതിന് ശേഷം അടുത്തു വരുന്നത് സഭയുടെ മഹത്വീകരണമാ മക്കളെ. ആ സഹനത്തിന്റെ തീച്ചൂളയിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ നീ അനുഭവിക്കാൻ പോകുന്ന കാര്യം ഇതാ മഹത്വീകരിക്കപ്പെട്ട സഭ, ഈശോയുടെ ഐക്യപ്പെടുന്ന സഭ. നമ്മൾ ആ സഹനത്തിലൂടെ കടന്നു പോയാൽ ഈശോയുമായി ഒന്നാവുക. ഈ നിമിഷം പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ, സഹനം അതിന്റെ അങ്ങേയറ്റത്ത് വരുമ്പോൾ, സഭയിൽ സഹനം അങ്ങേയറ്റം സഭ അനുഭവിക്കുമ്പോൾ ഞാൻ എന്റെ സഭയെ ചേർത്ത് പിടിക്കും. എന്റെ സഭയെ ഞാൻ ഉപേക്ഷിക്കില്ല, സഭയെ ഞാൻ വിട്ടുകളയില്ല, സഭയെ ഞാൻ ചേർത്ത് പിടിക്കും. സഭയ്ക്കെതിരായി ഞാൻ പ്രവർത്തിക്കില്ല, സഭയ്ക്കെതിരായി ഞാൻ ഒരു വാക്കുപോലും പറയില്ല. അമ്മേ, എനിക്കതിനൊരു ക്രമത, എനിക്കതിനൊരു അഭിഷേകം താ, എനിക്കതിനൊരു ശക്തിത, എന്നെ സഭയ്ക്ക് വേണ്ടി ജീവിക്കാനൊരു അഭിഷേകം എനിക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഹനത്തിൽ പിടിച്ചു നിൽക്കാം, നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരു നിമിഷം കൂടി നമ്മൾ മനസ്സിലാക്കിക്കേ, അവൻ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നടന്നുകൊണ്ടിരിക്കുന്നു, അതതിന്റെ മാരകാവസ്ഥയിലേക്ക് എത്താൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ കുതികാൽ സഭയാ, സഭാ മക്കളാ. മിശിഹായെ പരിക്കേൽപ്പിച്ച, സ്ത്രീയെ പരിക്കേൽപ്പിച്ച അവൻ ഇതാ ആ കുതികാലാകുന്ന സഭയെ പരിക്കേൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, രണ്ട് രീതിയിലാ പരിക്കേൽപ്പിക്കുന്നത്. സഭയ്ക്കെതിരായിട്ടുള്ള നിന്ദനങ്ങളും എതിർപ്പുകളും, സഭയെ തകർക്കാൻ നോക്കുന്ന അവസ്ഥകളും. രണ്ട്, സഭയ്ക്കകത്തുള്ള ജീർണത. ഈ രണ്ടും വിശുദ്ധീകരിക്കാനായിട്ട് അമ്മ മാതാവ് ഒരുക്കുന്ന മക്കൾ നമ്മളാട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭയെ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന ഒരവസ്ഥ നമ്മളായിട്ട് ഉണ്ടാകരുത്. സഭ ജീർണിച്ചു പോകാൻ രീതിയിൽ ഞാൻ എൻ്റെ സഭയ്ക്കകത്ത് പെരുമാറരുത്. ഞാൻ എൻ്റെ സഭയെ മലിനപ്പെടുത്തുന്ന രീതിയിൽ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് ഓരോ കാര്യവും ചെയ്യരുത്. ഞാൻ അപ്രകാരം ചെയ്യുമ്പോൾ എൻ്റെ സഭയെ എൻ്റെ ഈശോയുടെ കാലിൽ ഞാൻ പരിക്കേൽപ്പിക്കുന്നതിന് തുല്യമാകുക. ഞാൻ സാത്താന്റെ ഉപകരണമാകാനല്ല വിളിക്കപ്പെട്ടത്. എൻ്റെ ഈശോയുടെ, എൻ്റെ അമ്മ മാതാവിൻ്റെ, എൻ്റെ സഭയുടെ ഉപകരണമാണ്. നമുക്ക് ആദ്യം തീരുമാനമെടുക്കാം. സഭയ്ക്ക് ചേരാത്തതൊന്നും, ഈശോ പറയാത്തതൊന്നും, സഭയെ മലിനപ്പെടുത്തുന്ന ഒന്നും, സഭയെ പരിക്കേൽപ്പിക്കുന്ന ഒന്നും എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ജീവിതം കൊണ്ടോ ഞാൻ ചെയ്യില്ല. രണ്ടാമതൊരു തീരുമാനം കൂടി എടുക്കാം. സഭയ്ക്കെതിരെ നിൽക്കുന്ന, സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഒത്തിരി തിന്മകളുണ്ട്, എതിർപ്പുകളുണ്ട്, പീഡനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പരിശുദ്ധി അമ്മ ഒരുക്കുന്ന സൈന്യ നിരയാ നമ്മൾ ശക്തി ധരിക്കണം. നമ്മൾ ശക്തി ധരിക്കണം. മിശിഹ ഈ കാണുന്ന സാത്താനെ പരാജയപ്പെടുത്തിയെങ്കിൽ, സ്ത്രീ ഈ കാണുന്ന സാത്താനെ പരാജയപ്പെടുത്തിയെങ്കിൽ, ഈ കാണുന്ന മിശിഹായുടെ മൗതിക ശരീരമായ സഭയ്ക്ക് ഈ സാത്താനെ പരാജയപ്പെടുത്താൻ പറ്റും. അതിന് സഹായിക്കുന്ന വ്യക്തി നമ്മുടെ അമ്മയാ. ഈ നിമിഷം രണ്ട് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനായിട്ട് സഭയിൽ ജീർണത ഉണ്ടാക്കില്ല. സഭയിലെ ജീർണതകൾ മുഴുവനും മാറ്റിയെടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കും. സഭയ്ക്കെതിരായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും തകർക്കാനായിട്ട് അമ്മയോടൊപ്പം ഞാൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങും. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു കൃപയാ വേണ്ടേ. ഈ കൃപ കിട്ടാനായിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ കൃപ കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് സ്വരം ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ.
പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. എന്നേരവും സ്തുതി ആരാധന. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യും. സഭയുടെ ജീർണത മാറ്റാൻ നമ്മൾ അധ്വാനിക്കും. നമ്മുടെ അമ്മയോട് ചേർന്ന് നമുക്കതിനായിട്ട് പരിശ്രമിക്കാം. ഈ നിമിഷം സ്ക്രീനിൽ കാണിക്കുന്ന പുണ്യം, വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷയിൽ ചെയ്യേണ്ട പുണ്യം നമുക്ക് വായിക്കാം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഞാൻ ഈശോയുടെ മാത്രം സ്വന്തമാണ് എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു. വാക്കിൽ ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും എന്ന് 10 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ എന്നോട് തെറ്റ് ചെയ്യുന്ന ഒരാളോട് ഞാൻ ക്ഷമിക്കും. ഉപേക്ഷ വരുത്താതെ പ്രലോഭനങ്ങളെ ജയിക്കാൻ വിശ്വാസ പ്രമാണം 2 പ്രാവശ്യം ചൊല്ലും. അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. പ്രാർത്ഥിച്ച് ഒരുങ്ങി നമുക്ക് നാളത്തെ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഈശോ അമ്മ വഴി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.